ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ റീൽസ് കണ്ടുകൊണ്ട് കാണാൻ പറ്റിയ കിടിലൻ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിനിമകളിൽ മൈൻഡ്ലെസ് സിനിമകൾ, അതായത് നോ ബ്രെയിനർ എന്നൊക്കെ പറയില്ലേ, ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ട, ഈ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, പക്ഷെ കാണുമ്പോൾ നമുക്ക് ഇതെന്തോ ഭയങ്കര സംഭവമായിട്ട് തോന്നുകയും ചെയ്യും. എന്ന് വെച്ച് ചുമ്മാ ഈ സ്ലാപ്സ്റ്റിക് കോമഡി പോലെ ഈ വളുപ്പ് സംഭവമല്ല, ഇത് ശരിയായ കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമായിരിക്കും. പക്ഷേ അവസാനം നമ്മൾ ആലോചിക്കുമ്പോൾ ഒന്നുമില്ല, നോ എക്സ്പ്ലനേഷൻ. മറ്റേ ആരാ വില്ലൻ, ആരാ മറ്റേ ഇയാളാണോ കുറ്റം ചെയ്തത്, പിന്നെ ആരായിരിക്കും അവനാണോ ഇവനാണോ, ഇതൊന്നും നമുക്ക് ആലോചിക്കണ്ട. നമുക്ക് ചുമ്മാ ഇരുന്ന് കാഷ്വൽ വ്യൂയിങ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സിനിമയാണ് നെറ്റ്ഫ്ലിക്സിൽ ഇറക്കിയിരിക്കുന്നത്. ഇത് ഈ കാഷ്വൽ വ്യൂയിങ് എന്നുള്ള പരിപാടിയെ കൊണ്ടുവന്നത് ഈ സ്ട്രീമിംഗ് സർവീസസുകാരാണ്. അവർക്ക് നല്ല കൃത്യമായിട്ട് അറിയാം നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ സിനിമകൾ കാണുന്നതെന്ന്. അതുപോലത്തെയാണ് ഇപ്പോൾ വരുന്നതൊക്കെ. ഇപ്പം ഈ സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഒരു മൈൻഡ്ലെസ് ആക്ഷൻ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചേസ് സീനൊക്കെ ഉണ്ട് മോനെ, വേറെ ലെവൽ. റീച്ചർ സീരീസിലെ അലൻ റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങായില്ലേ, മറ്റേ സൈസായിട്ടുള്ള ചങ്ങായി, പുള്ളിക്കാരനാണ് ഇതിൽ ഒരു പട്ടാളക്കാരനൊക്കെ ആയിട്ടാണ്, ഒരു പട്ടാളത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കഥ തന്നെയാണ്. വാർ മെഷീൻ എന്നാണ് സിനിമയുടെ പേര്. 2 വാർ മെഷീൻ ഉണ്ടാവും നെറ്റ്ഫ്ലിക്സിൽ. ഒന്ന് ബ്രാഡ് പിറ്റ് അഭിനയിച്ച് പണ്ടത്തെ, ഇതല്ല 2026 വാർ മെഷീൻ. മൈൻഡ്ലെസ് ആക്ഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കണ്ടോ.